പോലീസ് അല്ലെങ്കിലും അത്യാവശ്യം പോലീസ് ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനൊന്ന് ശ്രമിച്ചാലേ നിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഞാനിപ്പോ അതിനെ ശ്രമിക്കുന്നില്ല. കാരണം നീ എന്ത് ചെയ്താലും അതിലെ നന്മയുടെ ഒരു അംശം ഉണ്ടാവും. കുറെ നേരമായില്ലേ നമ്മൾ കാത്തു നിൽക്കുന്നു. അരവിന്ദൻ സാർ ഇപ്പൊ വരൂന്ന് തോന്നുന്നില്ല. പിന്നെ വരാം, നമുക്ക് പോവാം. വാ. എല്ലാവരും ഉണ്ട്. നമ്മള് ഒരുമിച്ച് പോയതാണെന്നായിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാവുക. ചോദ്യം ചെയ്യാൻ നിൽക്കായിരിക്കും. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് എവിടെയും പോകാൻ പാടില്ലേ? ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം. നീ വന്നേ. അവിടെ നിൽക്ക്. നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നോ? ചടങ്ങോ? മഞ്ഞൾ കല്യാണം. ഒരുക്കങ്ങളൊക്കെ റെഡിയാ. ആ, നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. മഞ്ഞൾ കല്യാണം? അല്ല, എന്നോടൊരു വാക്ക് പോലും പറയാതെ. മനഃപൂർവ്വം പറയാതിരുന്നത് തന്നെയാ. എല്ലാം മുടക്കാൻ നടക്കുന്നവർക്ക് ഒരു തയ്യാറെടുപ്പിനുള്ള സമയം കൊടുക്കാൻ പാടില്ലല്ലോ. പക്ഷെ അമ്മേ, സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. ഒരു ചടങ്ങ് അത്രയുള്ളൂ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ നാട് മുഴുവൻ ക്ഷണിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ. ഈ വീട്ടിലുള്ളവര് മാത്രമേ ഉള്ളൂ. പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. എടാ, പറഞ്ഞ സാധനമൊക്കെ എത്തിയോ? അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ കാറിലിരിപ്പുണ്ട്. പെട്ടെന്ന് റെഡിയാക്ക്. എടുത്തിട്ട് വരാം. വിശാലെ, നീ അങ്ങോട്ട് ചെല്ല്. നിക്ക്. ആദ്യം മഞ്ഞൾ പുരട്ടേണ്ടത് ആരാണെന്നറിയോ നിനക്ക്? നീ. പാർവതിയോ? നിങ്ങളൊക്കെ കൂടി അങ്ങ് ചെയ്താ മതി. പാർവതിയെ വീണ്ടും വീണ്ടും നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തായി പറയുന്നത്? ഇവളെ ഞാൻ എന്തിനാ നോവിക്കുന്നത്? വിശാലും മറ്റൊരു വിവാഹം കഴിക്കുന്നതില് ഇവൾക്കൊരു എതിർപ്പുമില്ലാന്ന് ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഇവളെ കൊണ്ട് തന്നെ ആദ്യം മഞ്ഞൾ പുരട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. പാർവതി, ചടങ്ങിന് തുടക്കം കുറിക്കേണ്ടത് നീയാണ്.
ഇത് നിന്റെ ഭാഗ്യമാണ്. ചെല്ല്, വിശാലിന്റെ മുഖത്ത് മഞ്ഞൾ പുരട്ടി കൊടുക്ക. ഞാൻ ധിക്കാരം പറയാണെന്ന് കരുതരുത്. ഞാനത് ചെയ്യില്ല. എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഇത് ക്രൂരതയാ. ഇത്രയും വലിയ ക്രൂരതയൊന്നും ഒരു പെൺകുട്ടിയോടും ചെയ്യരുത്. വിശാൽ ബ്രോ, ബ്രോ എങ്കിലും ഇതിന് കൂട്ടു നിൽക്കരുത്. പാവം കിട്ടും. അതിന് നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? പാപം കിട്ടും അത്രേ. ഏതെങ്കിലും മഞ്ഞൾ കല്യാണത്തിന് അടുക്കളക്കാരിയെ കൊണ്ട് ആദ്യം മഞ്ഞൾ പുരട്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർവതിയുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടാ അവള് തന്നെ ആദ്യം മഞ്ഞൾ പുരട്ടി കൊടുക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. അത് ക്രൂരതയല്ല, എന്റെ ദയയാണ്. അറിയൂ നിനക്ക്? ഇത്രയും വലിയ ദയ പാർവതിക്ക് വേണ്ടെങ്കിലോ? കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ മുതിർന്നവരുണ്ട്. നീ കണ്ടു നിന്നാ മാത്രം മതി. കണ്ടു നിൽക്കാൻ മനസ്സില്ലെങ്കിൽ പൊയ്ക്കോ. പാർവതിക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഏറ്റവും മുതിർന്നയാള് തന്നെ പറഞ്ഞല്ലോ. ഇനിയെങ്കിലും ഈ ക്രൂരതയൊന്ന് നിർത്ത്. അമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. വിശാലിന് വേണ്ടി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അച്ഛമ്മയോ അമ്മയോ ചെറിയമ്മയോ ഒന്നും അല്ല, പാർവതിയാ. മഞ്ഞൾ പുരട്ടി കൊടുക്കുകയും ഒക്കെ നന്നായിട്ട് വരാൻ പാർവതി പ്രാർത്ഥിക്കും. അതുപോലെ സംഭവിക്കുകയും ചെയ്യും. നല്ല ഉദ്ദേശത്തോടെ അമ്മയെ പറയുന്നത്. അച്ഛമ്മയും ഗാർഗിയൊക്കെ തെറ്റായ രീതിയിൽ ഇതിനെ കാണുന്നത്. മഞ്ഞൾ പുരട്ടി കൊടുക്ക് പാർവതി. അമ്മ, ഞാൻ പുരട്ടി കൊടുക്കാനല്ലേ പറഞ്ഞത്? അമ്മേ, ഒരു മിനിറ്റ്. ചടങ്ങിന് നീ തന്നെ തുടക്കം കുറിക്കാൻ വേണ്ടിയാ അമ്മ ഈ പറയുന്നതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മുഖത്ത് മഞ്ഞൾ പുരട്ടാൻ നിനക്ക് കഴിയില്ലേ? ഇല്ല. അതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല. നീ പറയാതെ തന്നെ അതെനിക്കറിയാം. അമ്മേ, താല്പര്യമില്ലാത്ത ആളെ കൊണ്ട് നിർബന്ധിച്ച് ചടങ്ങ് ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. പാർവതിയെ ഇനിയും നിർബന്ധിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും.
പാർവതി, വിശാൽ ബ്രോ പറഞ്ഞത് കേട്ടല്ലോ. നിന്നെ ആരും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കില്ല. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ അപ്പുറത്തേക്ക് പൊയ്ക്കോ. ആ നിക്ക്. ചടങ്ങിന് നീ തുടക്കമിട്ടാൽ അതൊരു ഐശ്വര്യമാ. അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നെ നിർബന്ധിച്ചത്. ഇനി ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ദേവി പൂജ ചെയ്തത്. ഈ ചടങ്ങെങ്കിലും ഒരു തടസ്സവും കൂടാതെ നടക്കണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലേ? ആ, വിശാലിന് മഞ്ഞള് പുരട്ടി കൊടുക്കാനുള്ള നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. വിശാലിന് നീ പുരട്ടി കൊടുക്കണ്ട. ജാസ്മിന് പുരട്ടി കൊടുത്താ മതി. ജാസ്മിന്റെ കാലിൽ. കാലില് മഞ്ഞൾ പുരട്ടി കൊടുക്കാനോ? അങ്ങനൊരു ചടങ്ങ് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലല്ലോ. നീ കാണാത്ത പലതും ഉണ്ട് ഈ ലോകത്ത്. പാർവതി ചെല്ല്. അമ്മ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് പറ്റില്ല. അന്ന് കാലില് മൈലാഞ്ചിടാൻ പറഞ്ഞപ്പോ നീ അതെന്റെ മുഖത്തെറിഞ്ഞു. ഈ മഞ്ഞളെങ്കിലും നീ എന്റെ കാലില് പുരട്ടണം. അല്ലാതെ ഞാൻ നിന്നെ വിടില്ല. വാടി ഇങ്ങോട്ട്. ജാസ്മിൻ, വിട്. വിട് ജാസ്മിൻ. ജാസ്മിൻ, വിട് ജാസ്മിൻ. വിട്. വാടി. വരാൻ. വിട് ജാസ്മിനെ. വിട് ജാസ്മിൻ. വിട്. 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 മഞ്ഞൾ കല്യാണം കഴിഞ്ഞേ. എല്ലാരും കൈയടിച്ച്. ജാസ്മിൻ, എന്താണിത്? വെക്കോടെ. നിനക്കെന്താടി ഭ്രാന്തായോ? എടി, നീയായിട്ട് വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം? ദേ, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ നീ എന്റെ കൈയുടെ ചൂടറി. വേണ്ട വേണ്ടങ്ങളെ, സോറി അങ്ങളെ. ജാസ്മിൻ, നിന്നോട് ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അങ്കിളോട് നീ സോറി പറഞ്ഞേ. മറ്റുള്ളവരെല്ലാം ഇവൾക്ക് താഴെയാണെന്നുള്ള ചിന്തയാ ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അന്തസ്സും സ്വഭാവശുദ്ധിയൊക്കെ ജനിക്കുമ്പോഴേ കൂടെ വരേണ്ടതാ. അഹങ്കാരവും കുശുമ്പും മാത്രം ദൈവം ഇവളുടെ തലയിൽ കുത്തി നിറച്ചത്. അവളുടെ തലയിലോ? ആന്റി പറഞ്ഞത് ഇവൾ അനുസരിച്ചോ? തങ്കപ്പെട്ട സ്വഭാവമായിരുന്നെങ്കിലേ
ഇവളി അനുസരണക്കേട് കാണിക്കുമായിരുന്നോ? മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ കൂടെ 24 മണിക്കൂറും കറങ്ങി നടക്കലാണോ ഗാർഗി പറഞ്ഞ ഈ അന്തസ്സും സ്വഭാവശുദ്ധിയൊക്കെ? പാർവതി നടന്നതേ അവളുടെ സ്വന്തം ഭർത്താവിന്റെ കൂടെയാ, താലി കെട്ടിയ ഭർത്താവിന്റെ കൂടെ. നീ ചെയ്തതുപോലെ മറ്റൊരുവളുടെ ഭർത്താവിനെ വശീകരിക്കാൻ വേണ്ടി ഇവള് പൂക്കളും ചുമന്നോണ്ട് വന്നിട്ടില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ നീ. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഓരോ ചടങ്ങ് നടക്കുമ്പോഴും ഇവൾ അലോസരം ഉണ്ടാക്കും. ഈ മഞ്ഞൾ കല്യാണമെങ്കിലും നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഈ മഞ്ഞൾ മുഴുവൻ പാത്രത്തിൽ വാരിയിട്ടിട്ട് നീ പൊയ്ക്കോ. ആന്റി, അന്തസ്സും സ്വഭാവശുദ്ധിയും ഇല്ലാത്തവളെന്ന ചീത്തപ്പേര് എനിക്ക് ചാർത്തി കിട്ടി. ഇനി അതും ചുമന്ന് ഞാൻ നടന്നോളാം. ഇവൾ എന്റെ കാലിൽ മഞ്ഞളിടണം. ആന്റി നിർബന്ധിച്ച് ഇവളെ കൊണ്ട് ചെയ്യിക്കണം. അതെന്റെ വാശിയാ. മോളെ, പാർവതി വേണ്ട. ഞാൻ എവിടെയാ നിനക്ക് മഞ്ഞൾ പുരട്ടി തരേണ്ടത്? കാലിലോ? നിന്റെ ആഗ്രഹമല്ലേ? പക്ഷേ കാലിൽ പുരട്ടുന്നതിന് മുമ്പ് ഈ കൈകൊണ്ട് കുറച്ച് മഞ്ഞൾ ഞാൻ നിന്റെ കവിളിലും പുരട്ടിത്തരാം. തൊടല്ലേ, ബ്ലഡിന്റെ മണമടിച്ച എനിക്ക് മനം പുരട്ടും. നീ കൊണ്ടുവന്ന പൂക്കൾക്ക് രക്തത്തെക്കാൾ രൂക്ഷമായ ഗന്ധമുണ്ടല്ലോ. അത് നിനക്ക് മനം പുരട്ടിലുണ്ടാക്കില്ലേ? മരണത്തിന്റെ ഗന്ധോ നീ കൊണ്ടുവന്ന പൂക്കൾക്ക്. മരണത്തിന്റെ ഗന്ധം. അതിലും രൂക്ഷമായ മണമില്ല എന്റെ രക്തത്തിന്. എന്റെ കൈകൊണ്ട് മഞ്ഞൾ പുരട്ടിയ മഞ്ഞൾ കല്യാണം ഭംഗിയായിട്ട് നടക്കുന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം? ചടങ്ങ് തടസ്സമില്ലാതെ നടക്കട്ടെ. നിന്റെ കവിളിലും കൈകളിലും കാലിലും ഒക്കെ ഞാൻ മഞ്ഞൾ പുരട്ടി തരാം. കാണിക്കേ. നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ജാസ്മിൻ വിശാലിന് പൂ കൊടുക്കുന്നത് നിന്റെ കണ്ണിലെ കുറ്റാണോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജാസ്മിന് കൃത്യമായി മനസ്സിലായി കാണും. ജാസ്മിന് മാത്രമല്ല, ജാസ്മിന്റെ ഏട്ടനും മനസ്സിലായി കാണും. പിന്നെ പൂ കൊടുക്കുന്നത് എന്റെ കണ്ണിൽ കുറ്റമാണോ എന്ന് ചോദിച്ചാ, എന്റെ കണ്ണിൽ മാത്രമല്ല, ആ പൂക്കൾ കൊടുക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ കുറ്റമാണ്. അല്ലേ ജാസ്മിൻ?